ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതുപോലെ അറ്റൻഡ് ചെയ്തില്ലേ? വളരെ എളുപ്പമായിരുന്നില്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടാലോ? ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമേ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. PKG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടാവും. PKG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ. ഇൻ്റഗ്രേഷൻ ഡേ 3 ക്വസ്റ്റ്യൻ പേപ്പർ 10 വരെയുള്ള പ്രവർത്തനം ഇൻ്റഗ്രേഷൻ ഡേ 1ലും ഇൻ്റഗ്രേഷൻ ഡേ 2വിലും നമ്മൾ നോക്കി. ഇൻ്റഗ്രേഷൻ ഡേ 3യിൽ പ്രവർത്തനം 11 മുതൽ 11 മുതലാണ്. എല്ലാവരും വരണേ. സ്കൂൾ വാർഷികമാണ്. വാർഷികത്തിന് കൂട്ടുകാരെ ക്ഷണിക്കാനുള്ള കത്ത് തയ്യാറാക്കുക. സ്കൂൾ വാർഷികത്തിന് കൂട്ടുകാരെ ക്ഷണിക്കാനുള്ള കത്ത് തയ്യാറാക്കുന്നതാണ് പ്രവർത്തനം 11. GLP സ്കൂൾ മുള്ളുക്കാട്. വാർഷികാഘോഷം 2024 മാർച്ച് 20-നാണ്. അപ്പോൾ അതിനായിട്ട് കൂട്ടുകാരെ ക്ഷണിച്ചുകൊണ്ട് കത്ത് തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രവർത്തനം 11. കത്ത് തയ്യാറാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ നല്ലതുപോലെ എഴുതിയിട്ടും ഉണ്ടാവും. ആക്ടിവിറ്റി 12, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കലണ്ടർ. ഇതേ ക്വസ്റ്റ്യൻ ടീച്ചർ രാവിലത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൽസ ഗേവ് ഹെർ മദർ ദ ഇൻവിറ്റേഷൻ ലെറ്റർ ഓഫ് ദ സ്കൂൾ ആനിവേഴ്സറി. മദർ റീഡ് ദ ഇൻവിറ്റേഷൻ ലെറ്റർ ആൻഡ് നോട്ടീസ് ദ ഡേറ്റ് ഇൻ ദ കലണ്ടർ. അപ്പോൾ മാർച്ച് 20 അല്ലേ? മാർച്ച് 20-നാണ് എന്താ ആനിവേഴ്സറി. അതിനാണ് ക്ഷണിക്കാനുള്ള കത്ത് തയ്യാറാക്കിയത്. അപ്പോൾ മാർച്ച് 20 എന്നാണ്? വെനസ്ഡേ, ബുധനാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് അതെല്ലാം ചേർത്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ബ്ലാങ്ക് ബോക്സസ് ഇൻ ദ കലണ്ടർ. നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ദാ ഇവിടെ നോക്കി, ചില കോളംസ് നമ്മൾ എഴുതിയിട്ടില്ല, അത് ഫില്ല് ചെയ്യുക. 3, 4, 5, 6, 7, 8, 9, 10, 11 ഇതുപോലെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡേ ഈസ് ദ സ്കൂൾ ആനിവേഴ്സറി. വിച്ച് ഡേ ഈസ് ദ സ്കൂൾ ആനിവേഴ്സറി? മാർച്ച് 20-നാണ് സ്കൂൾ ആനിവേഴ്സറി. മാർച്ച് 20 എന്നാണ്? വെനസ്ഡേ, ബുധനാണ് സ്കൂൾ ആനിവേഴ്സറി. മൂന്നാമത്, സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട്സ് അറ്റ് മാർച്ച് 28. ഹൗ മെനി ഡേയ്സ് ആർ ലെഫ്റ്റ് ഫോർ ദ സ്കൂൾ ടു ക്ലോസ് ആഫ്റ്റർ ദ സ്കൂൾ ആനിവേഴ്സറി. സ്കൂൾ ആനിവേഴ്സറി കഴിഞ്ഞിട്ട് എത്രാമത്തെ ദിവസമാണ്, എത്ര ദിവസമുണ്ട് 28-ന് സ്കൂൾ ക്ലോസ് ചെയ്യാൻ? മാർച്ച് 28-ന് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ
മാർച്ച് 28 ആവാൻ സ്കൂൾ ആനിവേഴ്സറി കഴിഞ്ഞ് എത്ര ദിവസമുണ്ട്? How many Sundays are there in 2024 March? Which are the dates? 2024 മാർച്ചിൽ എത്ര സൺഡേയ്സ് ഉണ്ട്? അത് ഏതെല്ലാം? ഡേറ്റ് എഴുതുക. അതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡേ വിൽ ബി 2024 April 1? 2024 April 1 ഏത് ദിവസമാണ്? അപ്പോൾ സൺഡേ ആണ്. 2024 മാർച്ച് 31 സൺഡേ ആണ്. അടുത്ത് ഏതാണോ ഏപ്രിൽ 1 എന്നാണെന്ന് എഴുതുക. ഓക്കെ. പ്രവർത്തനം 13, വീട് പണിയാം. താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നോക്കൂ. വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ വീട്ടിലേക്ക് വരച്ചു ചേർക്കൂ. ചിത്രങ്ങൾക്ക് താഴെ തൊഴിലുകളുടെ പേരെഴുതുക. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട്, കെട്ടിടപ്പണി. അതിവിടെ എഴുതുക. ഇവിടെ എന്താ ചെയ്യുന്നേ? പെയിൻറ്റിങ്. ഇവിടെ എന്താ ചെയ്യുന്നേ? എന്ത് വർക്കാണ്? ഇലക്ട്രിക്കൽ വർക്ക്. കൃഷിപ്പണി, റോഡ് ടാറിങ്, മരപ്പണി അല്ലേ? അപ്പോൾ ഒരു വീട് നിർമ്മിക്കാനുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ പണികളാണ് എന്ന് തൊഴിലുകളുടെ പേര് താഴെ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ. അപ്പോൾ വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ വീട്ടിലേക്ക് വരച്ചു ചേർക്കണം. ഇവിടെ വീടുണ്ടല്ലോ. വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെയാ? ഇത് വീട് പണിയുമായി ബന്ധപ്പെട്ടതാണ്. കെട്ടിടപ്പണി, പെയിൻറ്റിങ്, ഇലക്ട്രിക്കൽ വർക്ക്, തടിപ്പണി, ഇതൊക്കെയാണ് വീടുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വീടുമായിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ വരച്ചു ചേർക്കണം. ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. 2ാമത് തൊഴിലുകളുടെ പേര് താഴെ എഴുതുക എന്നുള്ളതായിരുന്നു. പ്രവർത്തനം 14, കടപ്പുറത്തെ കാഴ്ചകൾ. സന്ധ്യാസമയത്തെ കടപ്പുറം കാണാൻ എന്ത് മനോഹരമാണ്. ചിത്രത്തിന് നിറം നൽകുക. എൽസ കണ്ട കാഴ്ചകൾ എഴുതുക. അപ്പോൾ കടപ്പുറത്തെ കാഴ്ചകളാണ്. ഇവിടെ ഈ ചിത്രത്തിന് നിറവും നൽകണം. ഈ കടപ്പുറത്തുള്ള കാഴ്ചകൾ, എൽസ കണ്ട കാഴ്ചകൾ എഴുതുകയും വേണം. അങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ വർഷത്തെ ഇൻ്റഗ്രേഷൻ ഡേ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? വളരെ ഈസി ആയിരുന്നില്ലേ? എല്ലാവരും നല്ലതുപോലെ എഴുതിയല്ലോ? ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമേ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. പ്രീ-KG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിന് ട്യൂഷൻ ഉണ്ടാവും. പ്രീ-KG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട് 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799.
ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ.